പ്രിയ പ്രേക്ഷകരെ, നമ്മൾ ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ കുതിപ്പിനെക്കുറിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ ഇതാ മറ്റൊരു പരീക്ഷണത്തിനു കൂടി ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് അങ്ങനെ സ്ഥിരീകരിക്കാവുന്ന ഒന്നല്ല എന്നത് പ്രേക്ഷകരെ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കട്ടെ. അതിന് കാരണം ഈ പരീക്ഷണങ്ങൾ മുന്നേ അറിയിച്ചുകൊണ്ടല്ല ഇന്ത്യ നടത്താറുള്ളത് എന്നതാണ്. ഇപ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം നമുക്കറിയാം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, യുക്രൈനും റഷ്യയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. നമ്മുടെ രാജ്യവും ഒരിക്കലും സുരക്ഷിതമാണ് എന്നൊന്നും പറയാൻ സാധിക്കില്ല. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് അടക്കം എപ്പോൾ വേണമെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടായേക്കാം. അത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റു പല രാജ്യങ്ങളും അതിൻ്റെ ഭാഗമാകാം. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഒരു സൈനിക ശേഷി നമ്മുടെ രാജ്യത്തിന് അനിവാര്യതയാണ്. ആ സൈനിക ശേഷി തദ്ദേശീയമായി വികസിപ്പിക്കുക എന്നതിനാണ് ഇന്ത്യ ഇപ്പോൾ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അഗ്നി 6 എന്ന മിസൈൽ ഇന്ത്യ പരീക്ഷിക്കാൻ തയ്യാറെടുക്കുന്നു. ആ അഗ്നി 6ൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു സംശയം ഉണ്ടാകുന്നത് ഇപ്പോഴിതാ ഇന്ത്യയുടെ വ്യോമയാന അതിർത്തികളിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടിയൊക്കെയുള്ള വ്യോമയാന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് 2500 കിലോമീറ്ററോളം വരുന്ന മേഖലയിൽ ആണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആ നിയന്ത്രണം അഗ്നി 6ൻ്റെ പരീക്ഷണത്തിന് വേണ്ടിയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ അഗ്നി 6, അതിൻ്റെ പ്രത്യേകത എന്ത് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിച്ചു പോകാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് നിരവധിയായ മിസൈലുകൾ ഉണ്ട്. ആ മിസൈലുകളിൽ ഏറ്റവും കരുത്തുറ്റ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ, ആ ഗണത്തിൽ വരുന്ന മിസൈൽ ആണ് അഗ്നി 6 എന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എടുത്തു പറയേണ്ടത്. ഇനി ഇതാ ഈ അഗ്നി 6ൻ്റെ ദൂരപരിധി, അതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒന്നായി ഉള്ളത്. 8000 കിലോമീറ്റർ മുതൽ 12000 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന അഗ്നി 6, അത് ഒരു പരിധി വരെ, അതായത് ലോകത്ത് തന്നെ ഇത്തരം മിസൈൽ ശേഷിയുള്ളത്, ബാലിസ്റ്റിക് മിസൈൽ ശേഷിയുള്ള രാജ്യങ്ങൾ വളരെ കുറവാണ് എന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഈ 8000 മുതൽ 12000 കിലോമീറ്റർ വരെ ആണ് ദൂരപരിധി എന്ന് പറയുമ്പോൾ അതിലെടുത്തു പറയേണ്ടത് ലോകത്തിൻ്റെ തന്നെ പകുതിയിൽ അധികം ഭാഗം പിന്നിടുന്നു ഇതിലൂടെ എന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരം വാർത്തകളൊക്കെ പങ്കുവച്ചപ്പോൾ സൂചിപ്പിച്ചതാണ്. ഈ വിമാന സർവീസുകളെക്കുറിച്ച്, ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിമാന സർവീസുകളെക്കുറിച്ച് ന്യൂസ് ടൈംസ് തന്നെ വിശദമായി പങ്കുവച്ചതാണ്. ഏതാണ്ട് 17000 കിലോമീറ്റർ ആണ് ഒറ്റ സ്ട്രെച്ചിൽ ചില വിമാനങ്ങൾ യാത്ര ചെയ്യുന്നത്. അതിന് ഒരു ദിവസത്തോളം സമയമെടുക്കും എന്നതാണ് എടുത്തു പറയേണ്ടത്. എങ്കിൽ ഇപ്പോഴിതാ നമ്മുടെ അഗ്നി 6 ലക്ഷ്യം വെക്കുന്നതും ഇത്തരത്തിൽ ബഹുദൂരം സഞ്ചരിക്കുക എന്നുള്ളതാണ്. 12000 കിലോമീറ്റർ എന്നത് ഭൂമിയുടെ തന്നെ ഏതാണ്ട് പകുതി ഭാഗം കവർ ചെയ്യാൻ ഇതിലൂടെ സാധിക്കും എന്നതാണ്. ലോകത്തിൻ്റെ ഈ പകുതിയോളം പിന്നിടുന്ന അഗ്നി 6ന് മറ്റ് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. അതിലൊന്ന്, ഒരേ സമയം ഒന്നിലധികം ടാർജറ്റുകൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ മുന്നിൽ വയ്ക്കാൻ അഗ്നി 6ന് സാധിക്കും. ഇതാ അതിൻ്റെ മറ്റ് ഡേറ്റ. 10 മുതൽ 11 വരെ ആണവ പോർമുനകൾ തൊടുക്കാൻ അഗ്നി 6ന് സാധിക്കുമെന്നുള്ളതാണ്. അതായത് ഒരു ഗുരുതരമായ ആക്രമണം ഇന്ത്യയിലേക്ക് ഉണ്ടായാൽ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ നയം അനുസരിച്ച് ഇന്ത്യ ഒരിക്കലും ആണവായുധം ആദ്യം പ്രയോഗിക്കില്ല എന്നാണ്. നമ്മൾ ഒരു രാജ്യത്തെയും ആക്രമിക്കില്ല, അങ്ങോട്ടേക്ക് ആക്രമിക്കില്ല, ഏതെങ്കിലും തരത്തിലുള്ള മാരകമായ ആയുധങ്ങൾ ഉപയോഗിക്കില്ല, ആണവായുധവും പ്രയോഗിക്കില്ല എന്നതാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തേക്ക് അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ അതിന് മറുപടി നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 10 മുതൽ 11 വരെ ആണവ പോർമുനകളെ വഹിക്കാൻ ശേഷിയുള്ള അഗ്നി 6 നമ്മൾ വിജയകരമായി പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത് എന്നതാണ്. ഒപ്പം ഞാൻ സൂചിപ്പിച്ചു, ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങൾ, അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ആക്രമണം നടത്തുക എന്നതല്ല, ഒരൊറ്റ വിക്ഷേപണത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു തവണ തന്നെ ഇത് തൊടുക്കാൻ 10 മുതൽ 11 വരെ ആണവ പോർമുനകൾ തൊടുക്കുമ്പോൾ അത് 10 മുതൽ 11 വരെയുള്ള വ്യത്യസ്തമായ പ്രദേശങ്ങളിലേക്ക് ലക്ഷ്യം വയ്ക്കാൻ അഗ്നി 6ന് സാധിക്കും എന്നുള്ളതാണ്. ഇനി ഇതാ ഈ അഗ്നി 6ൻ്റെ ദൂരപരിധി നമ്മൾ സൂചിപ്പിച്ചു, 8000 മുതൽ 12000 കിലോമീറ്റർ വരെ എന്നത്. അവിടെ എടുത്തു പറയേണ്ടത് ഏഷ്യയിലെ മുഴുവൻ രാജ്യങ്ങളും, എല്ലാ രാജ്യങ്ങളും ഇതിൻ്റെ പരിധിയിൽ ഉൾപ്പെടും എന്നുള്ളതാണ്. അഗ്നി 6നെ ഉപയോഗിച്ചുകൊണ്ട് ഏഷ്യയിലെ ഏതൊരു രാജ്യത്തിനെയും തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് സാധിക്കും എന്നതാണ്. അതിലെടുത്തു പറയേണ്ട മറ്റൊന്ന്, ചൈനയുടെ വടക്കേ അറ്റം വരെ, അതായത് ചൈന എന്ന നമ്മുടെ അയൽ രാജ്യം, നമ്മൾ ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സൈനിക കരുത്തിൽ ഇന്ത്യക്ക് വെല്ലുവിളിയാകുന്ന, ഇപ്പോഴും അതിർത്തി തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്ന, ഒരു പക്ഷേ ആക്രമണ സാധ്യതയുള്ള ഒരു രാജ്യമാണ് ചൈന.
ആ ചൈനയുടെ ഏത് ഭൂപ്രദേശത്തേക്കും തിരിച്ചടിക്കാൻ ശേഷിയുണ്ടാകും അഗ്നി 6 എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ലണ്ടൻ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ യൂറോപ്പ്, കിഴക്കൻ യൂറോപ്പ്, അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഞാൻ സൂചിപ്പിച്ചു ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളുടെ സഹായമുണ്ടാവുകയോ അവർ ആക്രമണങ്ങൾക്ക് കൂട്ടുനിൽക്കുകയോ ചെയ്താൽ ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആയുധ ശേഖരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഭാഗമായാണ് യൂറോപ്പിനെ കൂടി കവർ ചെയ്യുന്ന തരത്തിൽ അഗ്നി 6 നമ്മൾ വികസിപ്പിക്കുന്നത്. ഒപ്പം ഇപ്പോൾ ഈ ബഹുദൂര മിസൈൽ സംവിധാനങ്ങളുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നതുകൂടി ഒന്ന് പരിശോധിക്കാം. അതായത് 12,000 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ വിക്ഷേപിക്കാൻ പറ്റുന്ന മിസൈലുകളുള്ള രാജ്യങ്ങൾ. ആ രാജ്യങ്ങളുടെ പട്ടികയിലേക്കാണ് ഇന്ത്യയും കടന്നു ചെല്ലുന്നത്. അവിടെ അമേരിക്ക, റഷ്യ, ചൈന, ഉത്തര കൊറിയ, ഈ 4 രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇത്രയും ദൂരപരിധിയിൽ പ്രഹരം നൽകാൻ പറ്റുന്ന ആയുധങ്ങൾ ഉള്ളത് എന്നതാണ്. അവിടേക്കാണ് ഇന്ത്യ കടന്നു ചെല്ലുന്നത്. ആ രാജ്യങ്ങളുടെ പട്ടികയിലേക്കാണ് ഇന്ത്യ എത്തുന്നത് എന്നതാണ്. ഇനി ഈ മിസൈലിൻ്റെ മറ്റു ചില വിശദാംശങ്ങൾ കൂടി ഒന്ന് പങ്കുവയ്ക്കാം. അവിടെയാണ് ഈ മിസൈൽ സാധാരണ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഔദ്യോഗികമായ കൃത്യമായ വിവരങ്ങളൊന്നും നമ്മുടെ പ്രതിരോധ വിഭാഗം പുറത്തുവിടില്ല. എങ്കിൽ പോലും 55,000 മുതൽ 70,000 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും എന്നതാണ് എടുത്തു പറയേണ്ടത്. 3 ടൺ ഭാരമുള്ള ആണവ പോർമുന, 3 ടൺ ഭാരമുള്ള ആണവ പോർമുന എന്ന് പറയുമ്പോൾ അത്രമേൽ പ്രഹരശേഷിയുള്ള, അത്രമേൽ വലിയ നാശം വിതയ്ക്കാൻ പറ്റുന്ന തരത്തിൽ ആണവ പോർമുനകളെ വഹിക്കാൻ പറ്റും. അതായത് ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ മറിച്ചൊരൊറ്റ തിരിച്ചടിയിലൂടെ അതിന് ഉത്തരം നൽകാൻ ശേഷിക്കുന്ന തരത്തിലുള്ള ആണവ പോർമുനകളെ വഹിക്കാൻ പറ്റുന്ന അഗ്നി 6 പരീക്ഷണമാണ് നടക്കാൻ പോകുന്നത് എന്നതാണ് ഇപ്പോൾ വിവരം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇത് കരയിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാം എന്നതാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്ന് ഹൈപ്പർസോണിക് വേഗതയാണ് ഈ മിസൈലിൻ്റേത് എന്നതാണ്. ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുപക്ഷെ പലസ്തീൻ, ഗാസ, ഇസ്രായേൽ അതൊക്കെ വാർത്തകളിൽ നിറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ കുറച്ച് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകളെ വെട്ടിച്ചുകൊണ്ടാണ് ഗാസയിൽ നിന്നുണ്ടായ ഹമാസിൻ്റെ ആക്രമണം എന്നൊക്കെ നമ്മൾ വാർത്തകളിൽ കേട്ടിട്ടുണ്ടാകാം. അതായത് മറ്റു രാജ്യങ്ങൾ ആക്രമണം നടത്തുമ്പോൾ ആ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ കടന്നുവരവൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന റഡാർ സംവിധാനങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രശസ്തമായ സംവിധാനം അയോൺ ഡോം എന്ന് പറയുന്നതാണ്. അത്തരം സംവിധാനങ്ങൾ പല രാജ്യങ്ങൾക്കുമുണ്ട്. പക്ഷേ അത്തരം സംവിധാനങ്ങളുടെയൊക്കെ കണ്ണു വെട്ടിച്ച് ശത്രു രാജ്യത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ ആണവ പോർമുനകൾ വർഷിച്ച് ഏതൊരു വെല്ലുവിളിയെയും അതിജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അഗ്നി 6 ആണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.